ആടുജീവിതം എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായുള്ള അഭിമുഖത്തിൽ പൃഥ്വിരാജ് AR റഹ്മാനോട് വളരെ പ്രസക്തമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നജീബ് ആത്മഹത്യ ചെയ്യാതിരുന്നത്? മനോഹരമായി AR റഹ്മാൻ പറഞ്ഞ മറുപടിയോട് ചില ആത്മീയ ചിന്തകൾ കൂടെ ചേർത്ത് വെക്കുകയാണ്. ആത്മഹത്യ എന്ന് പറയുന്നത് പടച്ചവലിനേക്കുള്ള ക്ഷണിക്കാതെയുള്ള യാത്രയാണ്. ഒരു നാൾ മരണം നമ്മളെ സ്പർശിക്കുമ്പോൾ മാത്രം സുന്ദരമായ അവൻ്റെ വീട്ടിലേക്ക് യാത്ര പോവുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ മര്യാദ. തൻ്റെ സ്നേഹനാഥൻ്റെ അടുത്തേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് കയറി ചെല്ലുക എന്നുള്ളത് അപമര്യാദയാണ്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ മരണം തന്നെ സ്പർശിക്കുമ്പോൾ അതിനുവേണ്ടി പ്രയാസമുള്ളതാണെങ്കിലും സന്തോഷമുള്ളതാണെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുന്ന ജീവിതമാണ് ഒരു വിശ്വാസിയുടേത്. അഥവാ ജീവിതത്തിൻ്റെ ഹ്രസ്വത മുഹമ്മദ് നബി തൻ്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. മർത്യജന്മം ക്ഷണഭങ്കുരം, മനുഷ്യൻ്റെ ജീവിതം വളരെ നൈമിഷികമാണ് എന്ന ബോധമുള്ള ഒരാൾക്ക് പ്രയാസങ്ങൾ വളരെ ലഘുവായിട്ട് ഫീൽ ചെയ്യും. വിശാലമായ വരാനിരിക്കുന്ന ഒരു ലോകം തന്നെ മോഹിപ്പിക്കുകയും പ്രതീക്ഷകൾ നൽകുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമതായി, ഒരാളുടെ പരിശീലനം പൂർത്തിയാക്കിയിട്ടേ തന്നിലേക്ക് സ്നേഹനാഥൻ ക്ഷണിക്കുകയുള്ളൂ. പരിശീലനങ്ങൾ കൂടിയാണ്. പ്രത്യേകമായൊരു പദവിയിലേക്ക് എത്തണമെങ്കിൽ വിദഗ്ധമായ ചില പരിശീലനങ്ങൾ അനിവാര്യമാണ്. പട്ടാളക്കാർക്കൊക്കെ ചില ട്രെയിനിങ് കൊടുക്കുന്നില്ലേ? അതുപോലെ തൻ്റെ ഭാവി ജീവിതത്തിൽ ആവശ്യമായ ശേഷിയും ശക്തിയും വീണ്ടെടുക്കണമെങ്കിൽ പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോയി മനസ്സിന് പ്രാപ്തി നൽകണം. അതിനുവേണ്ടിയാണ് പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവാചകന്മാരടക്കമുള്ള ദൈവദാസന്മാർക്ക് ഒരുപാട് ആളുകൾക്ക് പരീക്ഷണങ്ങൾ നൽകി അവരെ പാകപ്പെടുത്തി വിജയത്തിൻ്റെ ഒരു പൊൻപുലരിക്ക് സാക്ഷിയാക്കുന്നത്. പരീക്ഷണത്തിൽ വിജയിക്കുന്നതോടുകൂടെ ആത്മീയമായ ആനന്ദം അവർ അനുഭവിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് മൂന്നാമത്തെ കാരണം. ആത്മീയമായ ആനന്ദം അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളും പരീക്ഷണങ്ങളുമൊക്കെ പ്രത്യക്ഷത്തിൽ മാത്രമാണെങ്കിലും അകത്തളങ്ങളിൽ ആ പ്രയാസം ഏൽക്കാത്ത വിധം അവർ അതിൽ നിന്നെല്ലാം മുക്തരായിരിക്കും. ഞാൻ ഈ കാണുന്ന ശരീരമല്ല എന്ന ബോധം അവർക്കുണ്ടാകും. ഈ കാണുന്ന പ്രയാസ ജീവിതം എൻ്റെ സ്ക്രിപ്റ്റിലെ ചെറിയൊരു സീൻ മാത്രമാണ് എന്ന ബോധം അവർക്കുണ്ടാകും. ആ ബോധത്തിൽ പ്രയാസങ്ങൾ അലിഞ്ഞില്ലാതായിട്ടുണ്ടാകും. നോക്കൂ, സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾ തൻ്റെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ കരയുന്ന പോലെയാണോ തൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ ഒരാൾ മരിക്കുമ്പോൾ പൃഥ്വിരാജോ മറ്റു നടന്മാരൊക്കെ കരയുക? എത്ര വലിയ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണെങ്കിൽ പോലും സിനിമയിലെ കരച്ചിലല്ല തൻ്റെ ജീവിതത്തിലെ കരച്ചിൽ. കാരണം സിനിമ ഒരു അഭിനയമാണ് എന്ന ബോധമുണ്ട്. ഈ ഒരു സിനിമാ കഥയുടെ ഒരു ബോധമാണ് ഒരാത്മീയ സാധകൻ തിരിച്ചറിവിൻ്റെ ആകാശത്തേക്ക് അവനെ എത്തിക്കുന്നത്. അതുകൊണ്ട് പ്രയാസങ്ങൾ അവനെ ബാധിക്കില്ല. ജീവിതത്തിൻ്റെ ഹ്രസ്വതയാണ് മരിക്കാതിരിക്കാനുള്ള, ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ളൊരു കാരണം. അതുപോലെ ലൈഫ് ഒരു സ്ക്രിപ്റ്റാണ്, ഈ കാണുന്ന ജീവിതം റിയാലിറ്റിയല്ല എന്ന തിരിച്ചറിവാണ് മറ്റൊന്ന്. പരിശീലനങ്ങളാണെന്ന തിരിച്ചറിവാണ് മറ്റൊരു കാരണം. അത് ആത്മീയമായ ആനന്ദത്തിലേക്കുള്ള പ്രവേശനമാണ്. എന്നീ ചിന്തകളാണ് നജീബുമാരെ പോലെയുള്ള ആയിരങ്ങളെ പ്രയാസത്തിൻ്റെ നടുക്കയത്തിലും മരിക്കാതെ പിടിച്ചു നിൽക്കാനുള്ള ഊർജ്ജം നൽകുന്ന ആത്മീയ രഹസ്യ ഊർജ്ജം എന്ന് നാമും തിരിച്ചറിയുക.